രണ്ടുപേരെയും സ്കൂളിലേക്ക് പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ പണിത്തിരക്കിലേക്ക് ഇറങ്ങാറുള്ളൂ. അവർ പോകുന്നത് വരെ ഞാൻ നല്ല ബിസി ആയിരിക്കും. അവർ പോയി കഴിഞ്ഞ് രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് സമാധാനമായിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ഒരുക്കുന്നത്. നമുക്ക് രാവിലെ തന്നെ മീനൊക്കെ കിട്ടിയേട്ടാ. ഇന്ന് മത്തിയും ചെമ്മീനാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ വേഗം തന്നെ ചെമ്മീൻ ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു. നമ്മൾ ഇന്ന് മത്തിയാണ് കേട്ടാ വെക്കുന്നത്. ഞാൻ അവർക്ക് സ്കൂളിലേക്ക് മീൻകറി കൊടുത്തേക്കാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അവർ പോയി കഴിഞ്ഞിട്ടാണ് നമുക്ക് മീനൊക്കെ കിട്ടുന്നത്. ചോറ് ഉണ്ടാക്കുമ്പോൾ ഞാൻ അവരെ കൂടെ തന്നെ നമുക്കുള്ളതും കൂടി ഉണ്ടാക്കും. അങ്ങനെ ഞാൻ മീൻ ഇതാ പൊരിക്കാനും കറി വെക്കാനൊക്കെ ആക്കിയിട്ടുണ്ട്. നല്ല വലിയ മത്തി ആയതുകൊണ്ട് അതിൻ്റെ ഇണറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ചോറിൻ്റെ കൂടെ വറവ് നിർബന്ധമുള്ളത് എനിക്ക് മാത്രമാണ് കേട്ടോ. പിന്നെ എൻ്റെ കൂടെ ഒരു കൂട്ടായിട്ടുണ്ടായിരുന്നത് മമ്മി വന്നപ്പോഴാണ്. ആ സമയങ്ങളിൽ നമ്മൾ എന്തൊക്കെയോ വറവൊക്കെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഞാൻ ബീറ്റ്റൂട്ട് വറവും കൂടി ഉണ്ടാക്കി. ഇന്നലെ നൈറ്റിലായിരുന്നു വണ്ടി എടുത്തത്. അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. അതുകൊണ്ട് ആൾ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല കേട്ടോ. മിന്നൂസിനൊക്കെ ഉണ്ടാക്കി വന്നപ്പോൾ തന്നെ കയറി ഉറങ്ങുന്നതാണ്. ഇതുവരെ ആയിട്ട് എഴുന്നേറ്റിട്ടില്ല. അങ്ങനെ നമുക്കിതാ ഉച്ചക്ക് കഴിക്കേണ്ട ഫുഡെല്ലാം ആയി കേട്ടോ. അപ്പോഴേക്കും ഷെബി എഴുന്നേറ്റ് വന്നു. പിന്നെ ഞാൻ ഓർക്കൊരു ചായ ഉണ്ടാക്കി കൊടുത്തു. ചായ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ തമ്മിൽ ഒരു അടിയുണ്ട് കേട്ടോ. അത് മധുരത്തിൻ്റെ കാര്യത്തിലാണേ. എനിക്ക് ചെറിയ മധുരം മതി കേട്ടോ. ഷെബിക്കാണെങ്കിൽ നല്ല മധുരം വേണം. ചായ കൊടുക്കുമ്പോൾ ഞാൻ മധുരം കുറച്ചിട്ടേ കൊടുക്കുള്ളൂ. പിന്നെ ചോദിക്കുമ്പോൾ അതാ ഇതുപോലെ കൊണ്ടുപോയി ഇട്ട് കൊടുക്കും. അപ്പോഴേക്കും ടൈം കുറേ ആയിട്ടാ. പിന്നെ നമ്മൾ ചോറ് തിന്നാനിരുന്നു. പിന്നെ ഇത് നമ്മുടെ സ്പെഷ്യലൊക്കെ നിങ്ങൾ നേരത്തെ കണ്ടതാണല്ലോ. അപ്പം നമ്മളൊന്നും ടേബിളിൽ ഇന്ന് കൊണ്ടുവച്ചിട്ടില്ല. എല്ലാം ഇവിടുന്ന് തന്നെ പ്ലേറ്റിലേക്ക് വിളമ്പി എടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ ചോറ് തിന്ന് കഴിയുമ്പോഴേക്കും മക്കൾ സ്കൂൾ വിട്ട് വരാനായി കേട്ടോ. പിന്നെ നമ്മൾ റോഡിൻ്റെ കാര്യം ശരിയായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ മിന്നൂസിനെ അങ്ങോട്ട് കൂട്ടാൻ വേണ്ടി പോകണം. ഷെബി ഇവിടെയുള്ള മിക്ക സമയങ്ങളിലും ഷെബി തന്നെയാണ് കേട്ടോ അവൾ റോഡിന് കൂട്ടാൻ വേണ്ടി പോവൽ. ബാപ്പ പോകുന്നതാണ് അവൾക്ക് കൂടുതൽ ഇഷ്ടം. ബാപ്പാനെ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാവും. ഞാൻ അവർക്ക് കഴിക്കാൻ ഉണ്ടാക്കുമായിരുന്നു. ഇവരെത്തുമ്പോഴേക്കും കൂടെ തന്നെ ദീയും കൂടി എത്തിയേട്ടാ. ഞാൻ എന്താ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരൊന്നും നമുക്ക് പറയാൻ കഴിയില്ല കേട്ടാ. ചിക്കൻ ഫ്രൈ ചെയ്തതും ഫ്രഞ്ച് റൈസും മയോണീസും ചേർന്നാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഒരുവിധ സാധനവും നമ്മുടെ ഈ മിന്നൂസ് തിന്നൂല കേട്ടോ. അതുകൊണ്ട് എനിക്ക് വൈകുന്നേരം അവർക്ക് എന്താ ആക്കേണ്ടത് വലിയൊരു ടെൻഷൻ തന്നെ. നമ്മൾ ലോഡ് ഫ്രൈസ് പോലെ തന്നെ ഞാനത് സെറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഇത് രണ്ടുപേരും കുളിച്ച് ഫ്രഷായി വന്ന് അങ്ങനെ രണ്ടുപേരും കഴിക്കാനായിരുന്നു കേട്ടോ. രണ്ടുപേർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ ഗൈസ്.